കഥയെ ആരംഭിക്കുന്നത് ഒരു ചേസിൽ നിന്നുമാണ്. അമേരിക്കൻ മിലിറ്ററി സംഘം ഒരു സിറിയൻ ടെററിസ്റ്റ് ഗ്രൂപ്പിനെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നു. ആ പെർസ്യൂട്ടിനിടയിൽ സിറിയൻ തീവ്രവാദികൾ അമേരിക്കയുടെ ഒരു മിലിറ്ററി വെഹിക്കിൾ തകർത്തു. പിന്നാലെ പൊടിപടലങ്ങളൊക്കെ ഒന്ന് അടങ്ങിയപ്പോ അവർ ബേസിലേക്ക് തിരികെ പോകാനുള്ള പദ്ധതികൾ കണക്കുകൂട്ടി. പക്ഷേ ഒരാൾ അങ്ങോട്ടേക്ക് കടന്നെത്തി ഓരോ തീവ്രവാദിയെയും വകവരുത്താൻ ആരംഭിച്ചിരുന്നു. അമേരിക്കൻ മിലിറ്ററി സംഘം പരാജയപ്പെട്ടിരുന്നില്ല. ആക്രമണം നടത്തിക്കൊണ്ടിരുന്ന വ്യക്തി ലഫ്റ്റനന്റ് പാർക്കർ ആയിരുന്നു. വളരെ വിദഗ്ധമായി പ്ലാൻ ചെയ്ത് പാർക്കർ അവരെ അങ്ങ് വകവരുത്തി. ബാക്കി തീവ്രവാദികളെ പിടികൂടി ബന്ദിയാക്കി തന്റെ ടീമിനെ വിളിച്ച് മിഷൻ പൂർത്തീകരിക്കാനുള്ള ശ്രമത്തിലേക്ക് പാർക്കർ കടന്നു. അധികം വൈകാതെ പാർക്കറുടെ പാർട്ട്ണറായ സ്പൈഡർ എന്ന വ്യക്തിയും അങ്ങോട്ടേക്ക് എത്തി. ബാക്കി ഇൻവെസ്റ്റിഗേഷനും മറ്റുമായി ബാക്കിയായി തീവ്രവാദികളെ ബന്ദിയാക്കി നിർത്തിയിരിക്കുകയായിരുന്നു. പക്ഷേ ഇതിനിടയിൽ ഒരു മിലിറ്ററി ഓഫീസർ നിയന്ത്രണം വിട്ട് അവരെ കൊല്ലാനായി പോയി. എങ്കിലും പാർക്കർ അയാളെ തടഞ്ഞു. വിചാരിച്ച പോലെ തന്നെ മിഷൻ വളരെ ഭംഗിയായി പൂർത്തിയായിരുന്നു. വൈകാതെ മിഷൻ പൂർണ്ണമായതും പാർക്കറും സ്പൈഡറും എയർബേസിലേക്ക് പുറപ്പെടാൻ തുടങ്ങി. നാട്ടിലേക്ക് തിരിക്കുകയായിരുന്നു അവരുടെ ലക്ഷ്യം. ആ സമയത്താണ് പാർക്കറിന് ഒരു ഫോൺ കോൾ വരുന്നത്. ജെസ്സി എന്ന പേരുള്ള അവരുടെ നാട്ടിലെ ഷെരീഫാണ് വിളിക്കുന്നത്. ജെസ്സി പാർക്കറുടെ എക്സ് ബോയ് ഫ്രണ്ട് കൂടിയായിരുന്നു. മൈനറായ, അതായത് ഖനന പ്രവൃത്തികൾ നടത്തുന്ന പാർക്കറുടെ അച്ഛൻ അവിടെ നടന്ന ഒരു ലാൻഡ് സ്ലൈഡിൽപ്പെട്ട്, അതായത് മണ്ണിടിച്ചിലിൽപ്പെട്ട് മരണമടഞ്ഞു എന്ന വിവരമായിരുന്നു ഷെരീഫ് ജെസ്സി പാർക്കറെ അറിയിച്ചത്. ഞെട്ടലോടെയായിരുന്നു പാർക്കർ അത് കേട്ടത്. വൈകാതെ യുഎസിലേക്ക് തിരികെ എത്തിയ പാർക്കർ നേരെ പോലീസ് സ്റ്റേഷനിലെത്തി ജെസ്സിയെ കണ്ടു. എന്താണ് മണ്ണിടിച്ചലിന് കാരണമെന്നറിയില്ല, പക്ഷേ ഒരു കത്ത് അവിടെ നിന്ന് കണ്ടുകിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞ ജെസ്സി അത് പാർക്കറെ കാണിച്ചു. പോലീസിന്റെ നിഗമനത്തിൽ കത്തിന്റെ അടിസ്ഥാനത്തിലും ഹാരി സ്വയം ആ മണ്ണിടിച്ചൽ നടത്തിയതാണ് എന്നും ജെസ്സി കൂട്ടിച്ചേർത്തു. പക്ഷെ ഒരിക്കലും അതിന് സാധ്യതയില്ല എന്ന് പറഞ്ഞ പാർക്കർ ആ നിഗമനത്തെ തള്ളിക്കളഞ്ഞു. തന്റെ അച്ഛന് ഒരു നിരാശയും ദുഃഖവും ഒന്നും ഉണ്ടായിരുന്നില്ലെന്നും ഞാൻ മിഷന് പോകുന്നതിന് മുമ്പ് ഓൾ ദി ബെസ്റ്റ് പറഞ്ഞ് എനിക്ക് അദ്ദേഹം കത്ത് വരെ അയച്ചിരുന്നു എന്നും ജെസ്സി കൂട്ടിച്ചേർത്തു. എന്തായാലും ബാക്കിയുള്ള ഇൻവെസ്റ്റിഗേഷനും മറ്റും മുമ്പോട്ട് കൊണ്ടുപോകാം എന്ന് ജെസ്സി പറഞ്ഞു. പിന്നാലെ അവിടെയുള്ള പാർക്കറുടെ അച്ഛന്റെ പ്രോപ്പർട്ടിയായ വീടും ബാറും അടങ്ങിയ ആ ഒരു പ്രദേശത്തേക്ക് ജെസ്സി തന്നെ പാർക്കറെ കൂട്ടിക്കൊണ്ടുപോയി. മരിയാസ് എന്നായിരുന്നു ആ ചെറിയ ബാറിന്റെ പേര്. ഒറ്റപ്പെട്ട ഇടത്തുള്ള ഒരു കെട്ടിടമാണത്. വളരെ കുറച്ച് കസ്റ്റമേഴ്സേ അവിടെ വരാറുണ്ടായിരുന്നുമുള്ളൂ. ഫ്യൂണറൽ ചടങ്ങുകളൊക്കെ കഴിയുമ്പോ അതൊക്കെ വിറ്റ് തന്റെ അടുത്തേക്ക് പോകാം എന്ന് പാർക്കർ ചിന്തിക്കുകയും ചെയ്തിരുന്നു. ബാറിൽ സമയം ചിലവഴിക്കുമ്പോ അവിടെ ഉണ്ടായിരുന്ന അച്ഛന്റെ പഴയകാല ചിത്രങ്ങൾ പാർക്കർ നോക്കിക്കണ്ടു. അവളുടെ അച്ഛൻ പഴയൊരു പട്ടാളക്കാരനായിരുന്നു. മെക്സിക്കൻ യൂണിറ്റിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നീട് അവർ അമേരിക്കയിലേക്ക് കുടിയേറിയതാണ്. അവൾ അങ്ങനെ ബാറിൽ അച്ഛനെ പറ്റി ആലോചിച്ച് അങ്ങനെ തുടരുന്ന സമയത്ത് പെട്ടെന്ന് ബാറിന് വെളിയിൽ ഒരു കാർ വന്നു. വെട്ടവും വെളിച്ചവും ഒന്നുമില്ലാതെ ബാർ തുറന്ന് അകത്തേക്ക് കടക്കാൻ ശ്രമിച്ച ആ വ്യക്തിയെ ഒരു ശത്രു എന്ന രീതിയിലായിരുന്നു പാർക്കർ നോക്കിക്കണ്ടത്. കടന്നുകയറിയ വ്യക്തിയെ പാർക്കർ ആക്രമിച്ചു. പക്ഷെ പെട്ടെന്നാണ് അതാരെന്നവൾ തിരിച്ചറിയുന്നത്. അത് മിക്കി എന്ന വ്യക്തിയായിരുന്നു. മിക്കി അവളുടെ സുഹൃത്താണ്. മാത്രമല്ല അച്ഛന്റെ ബാറിൽ മാനേജറായും അവൻ ജോലി നോക്കിയിരുന്നു. അവളുടെ അച്ഛന്റെ മൈനിങ്ങിലും മിക്കി ഒരുപാട് സഹായങ്ങൾ ചെയ്യാറുണ്ട്. അവരിരുവരും ഒരുപാട് സംസാരിച്ചു. അവനെ അങ്ങനെ ആക്രമിച്ചതിന് പാർക്കർ ആദ്യമേ ക്ഷമ ചോദിച്ചു. പിന്നാലെ അച്ഛന്റെ മരണകാര്യത്തെപ്പറ്റി തിരക്കി. അച്ഛൻ മരണപ്പെട്ടു എന്ന് പറയുന്ന ആ ലാൻഡ് സ്ലൈഡ് നടന്ന ഇടം തനിക്കൊന്ന് സന്ദർശിക്കാൻ പറ്റുമോ എന്നവൾ ചോദിച്ചപ്പോ മിക്കി ഓക്കെ പറഞ്ഞു. അവളുമായി ലാൻഡ് സ്ലൈഡ് നടന്നിടത്തേക്ക് മിക്കി പോവുകയാണ്. അവരങ്ങനെ അവളുടെ അച്ഛൻ തന്നെ തീർത്ത ആ ഒരു മൈനിങ് ഫീൽഡിലേക്ക് കടന്നു. മെക്സിക്കോയിൽ നിന്ന് കുടിയേറിയ ശേഷം തന്റെ മകളെ വളർത്താനും സപ്പോർട്ട് ചെയ്യാനും ഒക്കെയായി അദ്ദേഹം ഈ ജോലി ചെയ്തു വരികയായിരുന്നു. കുട്ടിക്കാലത്ത് അച്ഛൻ അവളെ അങ്ങോട്ടേക്ക് കൊണ്ടുവന്നതും അവിടെ വെച്ച് മാർഷൽ ആർട്സ് പഠിപ്പിച്ചതുമായ ഓർമ്മകൾ പാർക്കറിന്റെ ഉള്ളിലേക്ക് ഓടിയെത്തി. അവിടെ കല്ലുകളിലും മറ്റുമായി രക്തത്തുള്ളികൾ കാണാമായിരുന്നു. അതൊക്കെ കണ്ടതും പാർക്കറുടെ ഉള്ളിൽ എന്തോ ഒരു കുറ്റബോധം വരാൻ ആരംഭിച്ചു. ആ സമയമാണ് പാർക്കർ ഒന്ന് ശ്രദ്ധിക്കുന്നത്. അവിടുത്തെ കല്ലുകളിൽ ഒരുതരം കറുത്ത പൊടി പറ്റിപ്പിടിച്ചിട്ടുണ്ട്. സാധാരണ എന്തെങ്കിലും ഒരു സ്ഫോടനം, അതായത് ഒരു ഗ്രനേഡ് പൊട്ടിത്തെറിച്ചാൽ അങ്ങനെയൊക്കെ അത്തരത്തിൽ പൊടികൾ കല്ലുകളിൽ ഒട്ടിപ്പിടിക്കാറുള്ളൂ. അതും കറുത്ത പൊടികൾ. ആ മണ്ണിടിച്ചൽ ആരെങ്കിലും മനഃപൂർവ്വം തീർത്തതാണോ എന്ന സംശയം അതോടെ അവൾക്ക് തോന്നാൻ ആരംഭിച്ചു. അവിടുണ്ടായിരുന്ന മറ്റൊരു ഗ്രനേഡ് എടുത്ത് അതൊന്ന് പരിശോധിക്കാൻ വേണ്ടി മിക്കിയുമായി അവൾ നടന്നകന്നു. ഒറ്റപ്പെട്ട ഇടത്തെത്തി ആ ഗ്രനേഡ് എറിഞ്ഞ് അവൾ പൊട്ടിച്ചു. അവൾ പ്രതീക്ഷിച്ച പോലെ തന്നെ അടുത്തുണ്ടായിരുന്ന കല്ലുകളിലും മറ്റും അതേ കറുത്ത പൊടി പറ്റിപ്പിടിച്ചിരുന്നു. അതോടെ ആരോ മനഃപൂർവ്വം ആ ലാൻഡ് സ്ലൈഡ് തീർത്തതാണെന്നും അച്ഛനെ കൊല്ലാൻ ശ്രമിച്ചതാണ് എന്നും അവൾ മനസ്സിലാക്കുകയാണ്. ആർക്കാണ് അച്ഛനോട് ഇത്രയധികം ദേഷ്യമുള്ളത്? ഞങ്ങളുടെ പിന്നാലെ ആരാണ് വരുന്നത് എന്ന് പാർക്കർ സംശയിക്കാൻ ആരംഭിച്ചു. തൽക്കാലത്തേക്ക് നമുക്കൊന്ന് പുറത്തു പോകാം എന്ന് മിക്ക സജസ്റ്റ് ചെയ്തതും അവളും അതിന് സമ്മതിച്ചു. അവർ അവിടെ അടുത്ത നഗരത്തിലുള്ള ഒരു ബാറിൽ പോയി. അവിടെ വെച്ച് എൽവിസിനെ അവർ മീറ്റ് ചെയ്യുകയാണ്. പാർക്കറിന്റെ എക്സും
എൽവിസും നാട്ടിലെ ഷെരീഫുമായ ജെസ്സിയുടെ മൂത്ത സഹോദരനാണ് എൽവിസ് പാർക്കറിനടുക്കൽ തമാശ പറയുകയും ഫ്ലേട്ട് ചെയ്യുകയും ഒക്കെ ചെയ്തു. പക്ഷേ പാർക്കർ കാര്യമായി പ്രതികരിച്ചില്ല. അവിടെ നിന്ന് പുറത്തിറങ്ങിയപ്പോ പാർക്കറും മിക്കും ഒരു കാഴ്ച കണ്ടു. ആയുധമേന്തിയ ഒരു സംഘം വാനിൽ എങ്ങോട്ടേക്കോ പോകുന്നു. അവരെ ഫോളോ ചെയ്യാൻ പാർക്കർ മിക്കിയോട് പറഞ്ഞു. അവർ ചെന്നെത്തിയത് ഒരു ഹാർഡ്വെയർ സ്റ്റോറിലേക്കായിരുന്നു. അവിടെ ആക്രമണം നടത്തുകയോ മോഷണം നടത്തുകയോ എന്തോ ആയിരുന്നു ആ സംഘത്തിന്റെ ലക്ഷ്യം. അവളോട് അതിലൊന്നും ഇടപെടണ്ട എന്ന് മിക്കി പറഞ്ഞെങ്കിലും പാർക്കർ അങ്ങോട്ടേക്ക് ചെന്നു. നിരായുധയായി ചെന്ന പാർക്കർ അവിടെ ശക്തമായ ആക്രമണം നടത്തി. മോഷണത്തിന് കയറിയ ആയുധമേന്തി അവരെ കീഴ്പ്പെടുത്തുകയും ചെയ്തു. ആ കള്ളന്മാരെ കീഴ്പ്പെടുത്തിയപ്പോ അതിലൊരാളുടെ കയ്യിൽ അവൾ ഒരു വാച്ച് കണ്ടു. വളരെ പരിചിതമായ ഒരു വാച്ച്. അത് അവളുടെ അങ്കിളിൻ്റെതായിരുന്നു. അത് ഊരിയെടുത്ത് അവൾ അതുമായി അവളുടെ അങ്കിളിന്റെ അടുത്തെത്തി. അങ്കിളിന് ആ വാച്ച് കൈമാറി. അങ്കിൾ അവളോട് നന്ദി പറഞ്ഞു. കൂട്ടത്തിൽ അവളുടെ അച്ഛന്റെ മരണത്തിൽ അനുശോചനം അറിയിച്ചു. തനിക്ക് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല എന്നും കുറ്റബോധത്തോടെ പറഞ്ഞു. അടുത്ത ദിവസമാണ് പാർക്കർ ഒരു സ്ഫോടന ശബ്ദം കേട്ടത്. അതും അവരുടെ പുരയിടത്തിൽ. എന്താ നടക്കുന്നത് എന്നറിയാൻ പാർക്കർ ഒന്ന് ചെന്നു നോക്കി. ദൂരെ നിന്നും ഒരു റോക്കറ്റ് പ്രപ്പൽഡ് ഗ്രനേഡ് ആരോ പ്രയോഗിച്ചിരിക്കുകയായിരുന്നു. സൂക്ഷ്മ നിരീക്ഷണത്തിൽ അത് എൽവിസ് ആണ് എന്ന് പാർക്കർ തിരിച്ചറിഞ്ഞു. സാധാരണ സിവിലിയൻസിന് ആയുധങ്ങൾ കയ്യിൽ വെക്കുന്നതേ നിയമവിരുദ്ധമായ കാര്യമാണ്. പക്ഷേ ഇത്തരത്തിലുള്ള RPGകൾ മിലിറ്ററികൾക്ക് മാത്രമേ ഉപയോഗിക്കാൻ സാധിക്കൂ. ഇതെങ്ങനെ എൽവിസിന്റെ കയ്യിലെത്തി എന്ന സംശയം പാർക്കറിന് തോന്നി. സഹായത്തിനായി പാർക്കർ തന്റെ പാർട്ട്ണറായ സ്പൈഡറെ സമീപിച്ചു. സ്പൈഡർ മികച്ചൊരു ഇന്റലിജൻസ് ഓഫീസറും ഹാക്കറും ഒക്കെയാണ്. കാര്യങ്ങൾ സ്പൈഡർ പരിശോധിച്ചു. വളരെ പെട്ടെന്ന് തന്നെ ഡാർക്ക് വെബ് അടക്കമുള്ള കേന്ദ്രങ്ങളിൽ എൽവിസ് ആയുധ കച്ചവടം ചെയ്യുന്നുണ്ട് എന്ന കാര്യം സ്പൈഡർ പാർക്കറിനെ അറിയിക്കുകയാണ്. കൂടുതൽ കുറച്ച് വിവരങ്ങൾ കൂടി സ്പൈഡറിൽ നിന്ന് പാർക്കറിന് ലഭിച്ചു. എൽവിസിന് ശിക്ഷകൾ കിട്ടേണ്ടതാണ്. പക്ഷേ അവരുടെ അച്ഛൻ രാഷ്ട്രീയ പിടിപാടുള്ള വ്യക്തിയാണല്ലോ. അത് കാരണം വളരെ വിദഗ്ധമായി നിയമത്തിന്റെ കണ്ണുവെട്ടിച്ച് എൽവിസ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ കൂടി കേട്ടതും എൽവിസും തന്റെ അച്ഛന്റെ മരണവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നൊക്കെ പാർക്കർ ചിന്തിക്കാനും സംശയിക്കാനും ആരംഭിച്ചു. ചാടിക്കയറിയൊന്നും പ്രവർത്തിക്കരുതെന്നും എന്തെങ്കിലും പ്രവർത്തിക്കുന്നതിന് മുമ്പ് കൂടുതൽ തെളിവുകൾ ശേഖരിക്കണമെന്നും ശ്രദ്ധിക്കണം എന്നും സ്പൈഡർ പാർക്കർക്ക് നിർദ്ദേശം കൊടുക്കുകയും ചെയ്തു. പിന്നാലെ എൽവിസിനെ പാർക്കർ ഫോളോ ചെയ്യാൻ തുടങ്ങി. അടുത്ത ദിവസം എൽവിസും സംഘവും അടുത്തുള്ള മിലിറ്ററി ബേസിലേക്ക് ചെല്ലുന്നുണ്ടായിരുന്നു. രാഷ്ട്രീയക്കാരനായ അച്ഛന്റെ ഇൻഫ്ലുവൻസ് ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ മിലിറ്ററി ബേസിനകത്ത് പ്രവേശിക്കാനും വേണ്ട കാര്യങ്ങൾ പ്രവർത്തിക്കാനുമൊക്കെ എൽവിസിന് സാധിക്കുന്നുണ്ടായിരുന്നു. പിന്നാലെ അവൾ ഒരു കാര്യം മനസ്സിലാക്കി. ബേസിലെ കറപ്റ്റഡായ ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ച് എൽവിസ് ആയുധങ്ങൾ കരസ്ഥമാക്കുകയാണ് ചെയ്യുന്നത്. സംശയങ്ങൾ മാത്രം പോരല്ലോ, കൂടുതൽ കാര്യങ്ങൾ അറിയണം. നാട്ടിലെന്താണ് എൽവിസിനെ പറ്റിയുള്ള സംസാരം എന്നറിയാൻ വേണ്ടി പാർക്കർ മിക്കിയുടെയും അവന്റെ അമ്മയുടെയും വീട്ടിലേക്ക് ചെന്നു. അവിടെ വെച്ച് എൽവിസിനെ പറ്റി സംസാരിച്ചു. നിയമമൊക്കെ തെറ്റിച്ച് തോന്നിവാസം നടത്തിയാണ് എൽവിസ് ജീവിക്കുന്നത്. അച്ഛന്റെ അധികാരവും പാർട്ടി പവറും ഒക്കെ വെച്ച് നിയമത്തിന്റെ പിടിയിൽ നിന്ന് അവൻ രക്ഷപ്പെടുകയും ചെയ്യുന്നു. അത്രയുമേ അവർക്കൊക്കെ അറിയൂ. ആയുധ കച്ചവടത്തെ പറ്റിയും മറ്റും അവർക്കൊന്നും ഒരറിവുമില്ല. പാർക്കർ തിരിച്ചറിഞ്ഞു. അധികം വൈകാതെ സ്പൈഡറിൽ നിന്ന് പാർക്കറിനൊരു വിവരമെത്തി. എൽവിസ് അവന്റെ വീട്ടിൽ വെച്ച് ഒരായുധ കച്ചവടം നടത്താൻ പോകുന്നു എന്ന വിവരമായിരുന്നു അത്. പാർക്കർ അങ്ങോട്ടേക്ക് എത്തി. പുറത്തൊക്കെ ഒരുപാട് ഗാർഡുകളുണ്ട്. എന്നാലും കണ്ണുവെട്ടിച്ച് പാർക്കർ അകത്തു കടന്നു. അവിടെ വെച്ച് തീവ്രവാദ ഓർഗനൈസേഷൻസിന് എൽവിസ് ആയുധ കച്ചവടം നടത്തുന്ന കാഴ്ച പാർക്കർ നേരിട്ട് കണ്ടു. അന്ന് രാത്രിയിൽ പാർക്കർ ജെസ്സിയെ തന്റെ വീട്ടിലേക്ക് ഒരു ഡ്രിങ്കിനായി ക്ഷണിച്ചു. എൽവിസിന്റെ സഹോദരനാണല്ലോ ജെസ്സിയിൽ നിന്ന് എന്തെങ്കിലും വിവരം കിട്ടുമോ എന്നൊക്കെ അറിയാനായിരുന്നു അത്. അവരൊരുപാട് സംസാരിച്ചു. പഴയ കാര്യങ്ങളായിരുന്നു ജെസ്സി കൂടുതലും പറഞ്ഞത്. ഹൈസ്കൂളിൽ വെച്ച് അവർ പ്രണയിച്ചതും പിന്നീട് മിലിറ്ററി അക്കാഡമിയിൽ ചേരാൻ വേണ്ടി പാർക്കർ അവിടം വിട്ടു പോയതുമായ കാര്യങ്ങൾ. പാർക്കറിന്റെ അച്ഛൻ എത്ര നല്ല മനുഷ്യനായിരുന്നു, എത്ര ദയാലുവായിരുന്നു എന്നൊക്കെ ജെസ്സി ഇങ്ങനെ പറയുന്നുമുണ്ട്. അദ്ദേഹത്തിന് വേണ്ടി തനിക്ക് തിരികെയൊന്നും ചെയ്യാൻ സാധിച്ചില്ല എന്ന തരത്തിലും ജെസ്സി കൂട്ടിച്ചേർത്തിരുന്നു. അന്ന് രാത്രി അവർ ഒന്നിച്ച് കുറെ സമയം ചെലവഴിച്ചു, ഒന്നിച്ചുറങ്ങി. പക്ഷേ അന്ന് രാത്രി പാർക്കർ എഴുന്നേറ്റു. ജെസ്സിയെ ഉണർത്താതെ ജെസ്സിയുടെ പോലീസ് സ്റ്റേഷൻ താക്കോലും മറ്റും എടുത്തുകൊണ്ട് അന്വേഷണം നടത്താൻ പാർക്കർ അങ്ങോട്ടേക്ക് പുറപ്പെട്ടു ചെന്നു. തന്റെ അച്ഛന്റെ മരണവുമായി ബന്ധപ്പെട്ട് അവിടെയുള്ള ഫയലുകളൊക്കെ അവൾ പരിശോധിച്ചു. ആവശ്യമായതിന്റെ ഫോട്ടോ പകർത്തി. പിന്നാലെ അവിടെ ഉണ്ടായിരുന്ന ഓട്ടോപ്സി മുറിയിലേക്ക് കയറി. അവിടെ അവളുടെ അച്ഛന്റെ മൃതദേഹം ഉണ്ടായിരുന്നു. അവസാനമായി ഒരു നോക്ക് അവൾ അച്ഛന്റെ മൃതദേഹം നോക്കിക്കണ്ടു. ആ കോൾഡ് റൂമിൽ നിന്ന് അച്ഛന്റെ മരണത്തിന് ആരാണ് കാരണമെങ്കിലും താൻ പ്രതികാരം തീർക്കും എന്നവൾ കണ്ണീരോടെ പറഞ്ഞു. കുറച്ചു ദിവസങ്ങൾ
കടന്നുപോയി. അവളുടെ അച്ഛന്റെ ഫ്യൂണറൽ ചടങ്ങുകളും നടന്നു. പിന്നീട് കുറച്ചു ദിവസങ്ങൾ കൂടി പിന്നിട്ടപ്പോ പാർക്കർ ഒന്ന് നോക്കിയായിരുന്നു. ഒരു ദിവസം രാത്രിയിൽ ജെസ്സി പാർക്കറെ തന്റെ വീട്ടിലേക്ക് ഡിന്നറിന് ക്ഷണിച്ചു. അവിടെ ജെസ്സിയുടെ അച്ഛൻ ഈസും ഉണ്ടായിരുന്നു. ഈസ് ഒരു പൊളിറ്റീഷ്യനാണ്. മെക്സിക്കോയിൽ നിന്ന് കുടിയേറിയ അമേരിക്കക്കാരെ വല്ലാതെ വെറുപ്പുള്ള ഒരു വലതുപക്ഷ പൊളിറ്റീഷ്യൻ. അയാൾ അവിടെ വെച്ച് പാർക്കറെ അപമാനിക്കാനും പാർക്കറെയും അച്ഛനെയും കുറ്റപ്പെടുത്തി സംസാരിക്കാനും ഒക്കെ പലതരത്തിൽ ശ്രമിച്ചിരുന്നു. പലപ്പോഴും അന്തരീക്ഷം ടെൻഷൻ നിറഞ്ഞതായി മാറി. എന്നാലും പാർക്കർ ഒന്നും തന്നെ പ്രതികരിച്ചില്ല. പക്ഷേ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് സ്പൈഡറിന്റെ അടുക്കൽ നിന്ന് പാർക്കറിനൊരു കോള് വന്നു. എൽവിസും സംഘവും പാർക്കറിന്റെ അടുത്തേക്ക് കടന്നു കയറുന്നു എന്ന വിവരമായിരുന്നു അത്. പാർക്കർ പിന്നാലെ അവിടെ നിന്ന് പുറപ്പെട്ട് മൈനിങ് സൈറ്റിലേക്ക് ചെന്നു. അവിടെ പുറത്ത് എൽവിസിന്റെ വാഹനമുണ്ടായിരുന്നു. അതിന്റെ ടയർ കുത്തിപ്പൊട്ടിച്ച് പാർക്കർ പതിയെ അകത്തേക്ക് കടന്നു ചെന്നു. മരണം നിന്ന് നടക്കുന്നത് എന്താണെന്ന് നോക്കി. അവിടെ അവളുടെ അച്ഛന്റെ പഴയ സോഫമേൽ എൽവിസ് ഇരിക്കുന്നു. അമേരിക്കയിലേക്ക് കുടിയേറിയ മെക്സിക്കൻസിനെ, അതായത് ലാറ്റിനോസിനെ അപമാനിച്ചും മറ്റും തന്റെ ഗ്യാങ്ങിനോട് സംസാരിക്കുന്നു. പിന്നെ പറയണ്ടല്ലോ, അവിടെ ഒരു ഏറ്റുമുട്ടൽ തന്നെ നടക്കുകയാണ്. പാർക്കർ എൽവിസിന്റെ സംഘാംഗങ്ങളെ അടിച്ചൊതുക്കി. പക്ഷേ എൽവിസിനെ പിടിക്കാൻ പറ്റുന്നതിന് മുമ്പേ അവരുടെ ബാറിൽ തീ പടർന്നു പിടിക്കുന്നത് ദൂരെ നിന്ന് പാർക്കർ കണ്ടു. പാർക്കർ ഓടിയെത്തി. എൽവിസിന്റെ ആളുകൾ ബാർ പരിശോധിച്ച് അതിനെ തീയിടുകയായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന എൽവിസിന്റെ ഒരാളെ പാർക്കർ കൊലപ്പെടുത്തി. പക്ഷേ എന്നാലും തീ പിടിച്ച ആ ബാറിനെ രക്ഷപ്പെടുത്തിയെടുക്കാൻ പാർക്കർക്ക് സാധിച്ചതേയില്ല. ദേഷ്യം കൊണ്ട് വിറച്ച് അവൾ നേരെ പുറത്തേക്ക് വന്നു. രക്ഷപ്പെടാൻ വേണ്ടി വണ്ടിയിൽ കയറിയ എൽവിസിനടുത്തെത്തി എൽവിസിനെ ക്രൂരമായി മർദ്ദിച്ചു. പക്ഷേ എൽവിസിനെ അവൾ കൊലപ്പെടുത്തുന്നതിനു മുമ്പേ ജെസ്സി അങ്ങോട്ടേക്ക് എത്തിയിരുന്നു. എൽവിസിന്റെ ഒരു കയ്യാളിനെ കൊലപ്പെടുത്തിയ കേസിന്റെ പേരിൽ, എൽവിസിനെ ആക്രമിച്ചതിന്റെ പേരിൽ ജെസ്സി അവളെ അറസ്റ്റ് ചെയ്തു, ജയിലിൽ അടച്ചു. പിന്നെയുള്ള സംസാരത്തിലാണ് പാർക്കർ ചില കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. എൽവിസിന്റെ ഈ ആയുധ കച്ചവടത്തിൽ ജെസ്സിക്കും പങ്കുണ്ട്. ആയുധ കച്ചവടം നടത്തി എൽവിസ് പണം സമ്പാദിക്കുന്നത് തന്നെ അവന്റെ അച്ഛന്റെ പൊളിറ്റിക്കൽ കരിയറിന് വേണ്ടിയിട്ടാണ്. അതിൽ നിന്ന് കിട്ടുന്ന പണമാണ് ഇലക്ഷൻ ക്യാമ്പയിനും മറ്റും ഉപയോഗിക്കുന്നത്. ആ പവർ ഉപയോഗിച്ചിട്ടാണ് ജെസ്സി അവിടുത്തെ ഷെരീഫായി മാറിയതും. അധികം വൈകാതെ പാർക്കറെ പുറത്തിറക്കാൻ സ്പൈഡർ ഒരു വക്കീലിനെ അയച്ചു. വക്കീൽ ജയിലിലെത്തി പാർക്കറെ കണ്ട് സംസാരിച്ചു. പിന്നാലെ തെളിവ് ശേഖരണത്തിന് മൈനിങ് സൈറ്റിലേക്ക് പോയി. പക്ഷേ അവിടെത്തിയ വക്കീലിനടുത്തേക്ക് ഷെരീഫ് ജെസ്സി കടന്നു വന്നിരുന്നു. പിന്നീട് വക്കീലിനെ ആരും കണ്ടിട്ടില്ല. മറ്റൊന്നുകൂടി സംഭവിച്ചു. പാർക്കറിനെ അടച്ചിരുന്ന ആ ജയിലിലേക്ക് എൽവിസും അച്ഛനും കടന്നു വന്നു. അവർ അവിടെ വെച്ച് പാർക്കറെ ക്രൂരമായി ഉപദ്രവിക്കാൻ തുടങ്ങി. പ്രത്യേകിച്ചും ബാറിൽ ആക്രമണം നടന്നപ്പോഴോ അല്ലെങ്കിൽ മൈനിൽ അപകടമുണ്ടായപ്പോഴോ ഉള്ള CCTV ഫൂട്ടേജുകൾ ചോദിച്ചായിരുന്നു ആക്രമണം മൊത്തം നടന്നത്. ആക്രമണത്തിനിടയിൽ തങ്ങളാണ് അവളുടെ അച്ഛനെ കൊന്നതെന്നും തങ്ങളുടെ ആയുധ കച്ചവടം തടയാൻ അവളുടെ അച്ഛൻ ശ്രമിച്ചതുകൊണ്ടാണ് അത് ചെയ്യേണ്ടി വന്നത് എന്നും അവർ പറയുന്നുണ്ടായിരുന്നു. മൈൻ വഴി മിലിറ്ററി ബേസിലേക്ക് അവർ തന്നെ ഒരു തുരങ്കം തീർത്തു. അതുവഴിയായിരുന്നു ആയുധങ്ങൾ കടത്തിക്കൊണ്ടിരുന്നത്. അത് തടയാൻ പാർക്കറിന്റെ അച്ഛൻ ശ്രമിച്ചതാണ് അയാളുടെ കൊലപാതകത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചത്. പക്ഷേ മൈനിനകത്തുള്ള CCTV ഫൂട്ടേജുകൾ എങ്ങാനും അവശേഷിക്കുന്നുണ്ടോ എന്നിപ്പോൾ അവർക്ക് ഭയമുണ്ട്. അത് വീണ്ടെടുക്കാനായിരുന്നു എൽവിസും സംഘാംഗങ്ങളും ബാറിലും മൈനിലും ഒക്കെയായി തിരച്ചിൽ നടത്തിയതും. പാർക്കറിന് കാര്യങ്ങൾ വ്യക്തമായി തെളിഞ്ഞു കിട്ടി. പാർക്കറിന്റെ വല്ല തെളിവുകളുണ്ടെങ്കിൽ അത് കൈമാറിയാൽ പാർക്കറെ വിട്ടയച്ചേക്കാം എന്ന മട്ടിൽ ജെസ്സിയുടെ അച്ഛനും എൽവിസും പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴേക്കും കെട്ടിയിട്ടിരുന്ന പാർക്കർ അതിൽ നിന്ന് മോചിതയായിരുന്നു. അവൾ തന്റെ എതിരിലുള്ളവർക്കുമേൽ ശക്തമായ ആക്രമണം നടത്തി. പക്ഷേ ഒരുപാട് പ്രവർത്തിക്കാൻ അവൾക്ക് പറ്റുമായിരുന്നില്ല. അവളുണ്ടായിരുന്നവരെ സെല്ലിലടച്ച് പുറത്തുണ്ടായിരുന്ന ഒരു പോലീസ് കാറുമെടുത്ത് അവൾ പുറത്തേക്ക് രക്ഷപ്പെട്ടു പോവാൻ ആരംഭിച്ചു. പക്ഷേ അധിക ദൂരം ചെല്ലുന്നതിനു മുമ്പേ ബോധം മയങ്ങി അവളുടെ കാർ ഒരു വീട്ടിലേക്ക് ഇടിച്ചു കയറി. അത് മിക്കിയുടെയും അമ്മയുടെയും ഇടമായിരുന്നു. മിക്കിയും അമ്മയും അവളെ അവരുടെ ബേസ്മെന്റിൽ ഒളിപ്പിച്ചു താമസിച്ച് ശുശ്രൂഷിക്കാൻ ആരംഭിച്ചു. എൽവിസും സംഘവും എത്തി മിക്കിയുടെ വീട്ടിൽ പാർക്കർ എവിടെയെന്ന് ചോദിച്ച് പ്രശ്നം തീർത്തെങ്കിലും അവർ പാർക്കറെ പറ്റി ഒന്നും തന്നെ പറഞ്ഞില്ല. അവരുടെ ബേസിൽ പാർക്കർ സുഖപ്പെട്ടു വന്നു. തന്റെ അച്ഛന്റെ മരണത്തിന് പിന്നിൽ എൽവിസ് ആണെന്നും അവരെ താൻ ഇല്ലാതാക്കും എന്നും അപ്പോൾ പാർക്കർ പറയുന്നുണ്ടായിരുന്നു. ഇതേ സമയം മറുവശത്ത് ജെസ്സിയും എൽവിസും ചേർന്ന് അവർ കൊന്ന പാർക്കറിന്റെ അഡ്വക്കേറ്റിന്റെ മൃതദേഹം ഒരിടത്ത് കുഴിച്ചു മൂടി. 3 ദിവസങ്ങൾ പിന്നിട്ടപ്പോ പാർക്കർ പൂർണ്ണമായി സുഖപ്പെട്ടു. പിന്നാലെ തന്റെ പ്രതികാര നടപടിക്ക് വേണ്ട ആവശ്യമായ ആയുധങ്ങൾ അവൾ ശേഖരിക്കാൻ ആരംഭിച്ചു. അടുത്ത സുഹൃത്തുക്കൾ വഴിയും മറ്റുമായി അവൾ ആയുധങ്ങൾ കളക്ട് ചെയ്തു. ഇതേ സമയം ഈസും ജെസ്സിയും എൽവിസും കനത്തൊരു പ്രശ്നത്തിലേക്ക് നീങ്ങുകയായിരുന്നു. ഒരു പ്രധാനപ്പെട്ട ഒരു ക്ലയന്റിന് ആയുധം കൊടുക്കാമെന്ന് അവർ വാക്കു പറഞ്ഞിരുന്നതാണ്. പാർക്കറിന്റെ ഇടപെടലുകൾ കാരണം ആ ആയുധ കച്ചവടം താളം തെറ്റിയിരിക്കുന്നു. നിലവിലിപ്പോൾ നാടൊട്ടുക്കും പ്രശ്നങ്ങൾ തീർക്കുന്ന ആ വയലന്റ് ഓർഗനൈസേഷന്റെ നേതാവ് ഈസിന്റെ ഇലക്ഷൻ ക്യാമ്പയിൻ താൻ കുളമാക്കും എന്ന് വെല്ലുവിളിച്ചിരിക്കുകയാണ്. ജെസ്സിയും ഈസും തമ്മിൽ ഒരു മീറ്റിംഗ് നടന്നു. എങ്ങനെയെങ്കിലും
തീർച്ചയായിട്ടും ആ ആയുധ കച്ചവടം നടത്തണം എന്നൊരു തീരുമാനത്തിലേക്ക് അവരെത്തി. പക്ഷേ അവരുടെ ആ ശ്രമത്തിനിടയിൽ ആക്രമിക്കാൻ പാർക്കറും മിക്കിയും തയ്യാറായി നിൽക്കുന്നുണ്ട്. എന്നപ്പോഴും അവരാരും ചിന്തിച്ചിരുന്നേയില്ല. ഒരവസരത്തിൽ ഈസിന്റെ വീട്ടിലേക്ക് തന്നെ പാർക്കർ കടന്നു കയറി ഗാർഡിനെ കൊന്ന് ഈസിന്റെ മുറിയിലേക്ക് എത്തി. താൻ കൊല്ലപ്പെടാൻ പോകുന്നു എന്ന് ഈസിന് ഉറപ്പുണ്ടായിരുന്നു. ഈസ് ആ സമയം ഒരു കാര്യം വെളിപ്പെടുത്തി. എൽവിസാണ് അവളുടെ അച്ഛനെ കൊന്നത് എന്ന് താൻ കള്ളം പറഞ്ഞതാണ്. ശരിക്കും അത് ചെയ്തത് നിന്റെ ബോയ് ഫ്രണ്ടായിരുന്ന നിന്റെ കൂട്ടുകാരൻ ജെസ്സി ഉണ്ടല്ലോ, അവനാണ്. ആയുധ കച്ചവടം അയാൾ മനസ്സിലാക്കി. അത് തടയാൻ ഒരു ഗ്രനേഡ് വെച്ച് ലാൻഡ് സ്ലൈഡ് തീർത്തും മൈൻ തകർക്കാൻ അയാൾ ശ്രമിച്ചു. പക്ഷേ അത് അയാളുടെ തന്നെ ജീവനെടുക്കുകയായിരുന്നു. ആ വിവരം കേട്ട് അക്ഷരാർത്ഥത്തിൽ അവൾ ഞെട്ടിയിരുന്നു. അവൾക്ക് വല്ലാത്ത ദുഃഖം തോന്നി. പിന്നാലെ എൽവിസിനെയും ജെസ്സിയെയും വകവരുത്താൻ വേണ്ടി പാർക്കർ അവിടെ നിന്ന് പുറപ്പെട്ടു. അവർ ആയുധ കച്ചവടം നടക്കുന്നിടത്തായിരുന്നു. പാർക്കറെ സഹായിക്കാൻ സ്പൈഡർ അങ്ങോട്ടേക്ക് എത്തിയിരുന്നു. പക്ഷേ ആയുധം വാങ്ങാൻ വന്ന ഓർഗനൈസേഷന്റെ തക്സുമായി അവൻ ഏറ്റുമുട്ടേണ്ടി വന്നു. ദൂരെ നിന്ന് നിരീക്ഷിക്കുന്നുണ്ടായിരുന്ന സ്പൈഡർ അവിടെ ഉണ്ടായിരുന്ന ആയുധമടങ്ങിയ ട്രക്ക് വെടിവെച്ച് തകർത്തു. ഇതെല്ലാം നടന്നുകൊണ്ടിരുന്നത് പാർക്കറുടെ മൈനിങ് സൈറ്റിൽ വെച്ചിട്ടായിരുന്നു. പക്ഷേ പാർക്കർ എന്നാലും പിടികൂടപ്പെട്ടു, ബന്ദിയാക്കി. പാർക്കർ സ്പൈഡറെ രക്ഷപ്പെടുത്താൻ വേണ്ടി അകത്തേക്ക് ചെന്നു. പുറത്ത് സെറ്റ് ചെയ്തിരുന്ന ഒരു സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ചതോടെ അവരൊക്കെ പുറത്തേക്ക് പോയി. ഈ അവസരത്തിൽ കടന്നുകയറി പാർക്കർ സ്പൈഡറെ മോചിപ്പിച്ചു. പിന്നെ ഇരുവരും ചേർന്ന് അവിടെ ഒരു ആക്രമണം തന്നെ നടത്താൻ തുടങ്ങി. ശക്തമായ ഷൂട്ടൌട്ടിലും ഏറ്റുമുട്ടലിലും അവിടുണ്ടായിരുന്ന ഗാർഡുകളെയും മറ്റും അവർ കൊന്നു തള്ളിക്കൊണ്ടിരുന്നു. ഒരു ഘട്ടത്തിൽ എൽവിസിനെ പാർക്കർ കത്തികൊണ്ട് കുത്തിക്കൊന്നു. പിന്നാലെ മൈനിൽ നിന്ന് നീളുന്ന തുരങ്കത്തിലൂടെ പാർക്കറും സ്പൈഡറും അടക്കം മുമ്പോട്ടേക്ക് നടന്നു. അവർ എത്തിപ്പെട്ടത് മിലിറ്ററി ഡീപ്പോട്ടിന്റെ അകത്തായിരുന്നു. തനിക്ക് പരിക്കേറ്റ പോലെ അഭിനയിച്ച് അവിടുത്തെ പട്ടാളക്കാരുടെ അടുത്ത് പാർക്കർ എത്തിച്ചേർന്നു. ട്രീറ്റ്മെന്റിനായി അവർ പാർക്കറെ അകത്തേക്ക് കൊണ്ടുപോയി. അവിടെ ഒളിച്ചിരുന്ന ആയുധ കച്ചവടവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ജെസ്സിയെ കണ്ടെത്തലായിരുന്നു പാർക്കറിന്റെ ലക്ഷ്യം. ആ ഏരിയ മുഴുവൻ നിരീക്ഷിച്ച് ഏറ്റവും ഒടുവിൽ ജെസ്സിയുടെ മുമ്പിലേക്ക് പാർക്കർ എത്തിച്ചേർന്നു. ജെസ്സിയുമായി പാർക്കർ ഏറ്റുമുട്ടലിൽ ഏർപ്പെട്ടു. ഏറ്റവും ഒടുവിൽ ജെസ്സി തന്റെ കയ്യിലുണ്ടായിരുന്ന ഗ്രനേഡിന്റെ പിന്നൂരി കയ്യിൽ പിടിച്ചു. ശേഷം തന്റെ തെറ്റുകൾ പാർക്കറോട് ഏറ്റുപറഞ്ഞു. പാർക്കറിന്റെ അച്ഛനെ കൊന്നത് താനാണെന്നും ഫാമിലിയിൽ നിന്നുള്ള പ്രഷർ കാരണം അവരെ എതിർക്കാൻ പറ്റാത്തതുകൊണ്ട് താൻ ചെയ്തതാണ് എന്നും അവൻ പറഞ്ഞിരുന്നു. തൊട്ടുപുറകെ ഗ്രനേഡ് പൊട്ടിത്തെറിച്ച് ജെസ്സിയും കൊല്ലപ്പെടുകയാണ്. പിന്നീട് ഒരു മാസത്തിനു ശേഷം ജെസ്സിയുടെ ഫാമിലി മുഴുവൻ കൊല്ലപ്പെട്ടിരുന്നു. അവിടം മുഴുവൻ ശാന്തമായി. ആയുധ കച്ചവടം ഇല്ലാതായി. പാർക്കർ അവളുടെ അച്ഛന്റെ ബാർ റീബിൽഡ് ചെയ്തു. അത് നോക്കി നടത്താനുള്ള ചുമതല മിക്കിയെ ഏൽപ്പിച്ചു. പിന്നാലെ സ്പൈഡർക്കൊപ്പം പാർക്കർ തന്റെ അടുത്ത മിഷനായി യാത്ര തിരിച്ചു. ആ ദൃശ്യങ്ങളോടെ ചലച്ചിത്രം അവസാനിക്കുന്നു. രസകരമായ ഈ ഒരു ആക്ഷൻ ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.